പറഞ്ഞില്ലേ ഇതെങ്ങനെയോ തനിയോ ആരാണ്ട് യൂട്യൂബ് ചാനൽ വെൽക്കം ചെയ്യുന്നു അമ്മ പോ അല്ലെങ്കിൽ എനിക്ക് മടിയാണ് ഞാൻ ബാക്കിലേക്ക് പറയാണോ ചെയ്യണേ എഴുതാണോ ചെയ്യണേ എഴുതാം അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഭയങ്കരം തന്നെ. നിന്നെ കാണില്ല അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ ആരും ചെയ്യാത്ത പോലെ ഫ്രഷ് കണ്ടിട്ട് ഫ്രഷ് ഐ ഡോണ്ട് നോ. ഇതിലാർക്ക് എന്നെ കുറിച്ച് സൗണ്ട് കേൾക്കുന്നുണ്ടാവൂല്ലേ? ആർക്കും ഇതിൽ എന്നെ കുറിച്ച് നന്നായി അറിയാം? ഞാനല്ല എന്നാണ് നമ്മൾ ഇവിടെ നിന്ന് കളിക്കാൻ പോകുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും, ഇവരെ ഫോണില് ആൻസർ ചെയ്യും. ഞാൻ ഇപ്പഴേ മുൻകൂർ ജാമ്യം എടുത്തു. എനിക്കൊന്നും അറിയില്ല. ചോദിച്ചാൽ മതി കേട്ടോ. കൊറേ അയ്യോ എന്നെ കണ്ടില്ല, ഒരു പിങ്ക് ഹാർട്ട് മാത്രമേ കണ്ടുള്ളൂ. കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എനിക്കെന്നെ അറിയില്ല ആൻസർ. നമുക്ക് ആൻസർ ഇങ്ങനെ കാണിക്കാം. എന്റെ കാണില്ല, ബ്ലാക്ക് അല്ലേ ആക്കി മാക്സിമം ആക്കി. ഫസ്റ്റ് ഒരു ബേസിക് ക്വസ്റ്റ്യൻസ് ആയിട്ട്. അയ്യോ എനിക്കൊന്നും ബേസിക് ആണെങ്കിൽ അറിയാം. പക്ഷെ ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ദിസ് ഈസ് ലക്ഷ്മി ആൻഡ് ദിസ് ഈസ് ശ്രീകുട്ടി. ഇതൊക്കെ ഞാൻ ഇടുവോ എന്തോ അല്ല, ഞാനിങ്ങനെ കോപ്രായല്ലേ കാണിക്കുന്നത്. ഓണല്ലേ ഇത്? നിങ്ങൾ അത്രയും മുന്നിൽ കയറി, കാരണം എന്നെ ഫോക്കസ് ചെയ്യുന്നത്. ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ. സ്കൂളൊന്നും ചോദിക്കാൻ എനിക്കറിയില്ല. അതാണ് ക്വസ്റ്റ്യൻ. അതൊക്കെ നീ വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കളർ? രണ്ടുപേർക്ക് അറിയാൻ ചാൻസ് ഇല്ല. ഒരു ചാൻസ് ഇല്ല ചേച്ചി. അങ്ങനെ ഒരു സ്പെസിഫിക് കളർ മാത്രം ഇട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കളർ? വേണമെങ്കിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. നോർമലി എല്ലാവർക്കും ഉള്ള ടൈപ്പ്. പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു ഫേവറേറ്റ് കളർ ആണോ? അങ്ങനത്തെ എനിക്കറിയില്ല. ഐ മീൻസ് എല്ലാവർക്കും അറിയുന്ന ഒരു കളർ തന്നെയാണ്. ഒറ്റ കളറുള്ളൂ. രണ്ടെണ്ണം എഴുതിയിട്ട് എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു കളർ ആണെങ്കിൽ ഞാൻ 1 മാർക്ക് തരും, മറ്റേന്ന് 1/2 മാർക്ക് തരും. രണ്ടെണ്ണം വേണമെന്നില്ല, അതിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റായി പോരും. അല്ല, ഞാൻ അറിയില്ല കേട്ടോ. തെറ്റായിരിക്കും കേട്ടോ. ഓക്കെ, എന്റെ ആൻസർ കാണൂല, എന്റെ കാണൂല. ബ്ലൂ ആൻഡ് പേസ്റ്റൽ ഷെയ്ഡ്സ്. ആർക്കും എന്നെ കുറിച്ച് ലാവെൻഡർ, ഗ്രീൻ, ഇതിൽ ഏതെങ്കിലും ഇട്ട മാർക്ക് തന്നെ. ഞാൻ പേസ്റ്റൽ എഴുതിയില്ല, ഉദ്ദേശിച്ചു. പക്ഷെ പേസ്റ്റൽ എഴുതി. ഓക്കെ, മൈ ബർത്ത് ഡേറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്. എനിക്ക് അറിയില്ല കേട്ടോ. മന്ത്, ഇയർ, ഡേറ്റ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല. ഇതൊക്കെ അമ്മ വീഡിയോയിൽ വരും. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എനിക്ക് ഇയർ ഒരു ഡൗട്ട് ശരി. നീ കാണിക്കും. ഇല്ല, കുഴപ്പമില്ല, നീ കാണിക്കും. മെയ് 11, 1999. മെയ് 11, 1999. ഞാൻ ആദ്യം 8 എഴുതിയ, പിന്നെ എനിക്ക് എഴുതാൻ. എന്റെ മലയാളത്തിലെ നക്ഷത്രം സ്റ്റാർ. ഓക്കെ. ദൈവമേ, ഞാൻ വലുതാണോ? വലുതാ, കുറച്ച് വലുതാ. കുറച്ചധികം. എന്താ എഴുതി? ഞാൻ എഴുതിയിട്ടില്ല. എനിക്ക് സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞുതരാം. നീ പറ. പറ്റില്ല. എനിക്ക് പറയാനും അറിയില്ല. ശരി, കണ്ടിട്ടില്ല. ഉത്രാടത്തിന്റെ വേറൊരു സാധനം. എനിക്ക് പേര് ആ സംഭവം. അയ്യോ, പറ്റില്ല. ഹാഫ് കൊടുക്കാം. എനിക്ക് പറയാൻ അറിയാത്തോണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ സംഭവം.
എനിക്ക് ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾ ലക്ഷ്മിക്ക് പോലും അറിയില്ല. ഇല്ല, എനിക്ക് പോലും അറിയില്ല. പടവലില്ല. അല്ല, കായ്പയ്ക്ക. കായ്പയ്ക്കൊക്കെ ഇഷ്ടം. അവരൊക്കെ ബീൻസ്, ക്യാരറ്റ്. എഴുത്, എന്തെങ്കിലും എഴുത്. 4 മിനിറ്റ്. ബ്രിഞ്ചോൾ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ബീൻസ്. കൊള്ളാം, എവനാള് കൊള്ളാം. ചക്ക വീണ് മൊയില് കത്തു. ഇതെന്താണ് സംഭവിച്ചോണ്ടിരിക്കണേ? ഒന്നും ഇടണം കേട്ടോ, എനിക്കിന്ന് വിശ്വാസമില്ല കേട്ടോ. ഇട്ടോ? ഇപ്പൊ ഞാൻ കറന്റ്ലി ഏത് പാട്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്? മീൻസ് ഈ മലയാളമാ? സിനിമ പറഞ്ഞാലും മതി. നിങ്ങൾ എന്താ ഊഹിക്കുന്ന വെച്ചാ? പുതിയതാ? പുതിയത്. അയ്യോ, പുതിയതല്ല. പുതിയ സിനിമയില്ല. അത് ക്ലൂ തന്നതാ ഞാൻ. പുതിയ സിനിമ. മിന്നൽ വേണം. മിന്നൽ വേണം. തുടരുമത്തിലെ കൺമണി പൂ. കഥ തുടരും. എനിക്ക് ഇഷ്ടം. ഓക്കെ, നോ പോയിന്റ്സ്. ഇതൊരു ട്രാജഡി വീഡിയോ ആണ് സാധ്യത. എനിക്ക് ഏത് തരം മൂവിയാണ് ഇഷ്ടം? ജോൺറ. അതായത് ഓപ്ഷൻസ് വേണമെങ്കിൽ തരാം. ഫ്രണ്ട്ഷിപ്പ് ആവാം, ലവ് സ്റ്റോറി ആവാം, ഇതെല്ലാം comedy ആവാം. ഒരുമിച്ചാണ് സാധാരണ വരാറ്. അല്ല, ഇതിൽ മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇതില് മാത്രം ഞാൻ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ആണോ, ലവ് സ്റ്റോറി ആണോ, കോമഡി ആണോ, ഫാമിലി ആണോ? ഫാമിലി ആണോ? ഇങ്ങനെ തരാൻ നാലുണ്ട്. കോം, ത്രില്ലർ, ഹൊറർ അങ്ങനെയൊക്കെ പറഞ്ഞ അർത്ഥമുണ്ട്. അങ്ങനെ പറ്റില്ല. അങ്ങനെ റോംകോം എഴുതി വെച്ചിരിക്കുകയായിരുന്നു. എന്നൊരു മാർക്ക് തരാം. പോലെ എന്താവും ദൈവത്തിന് അറിയാട്ടോ. 2-3 റീലിട്ടതിന്റെ ക്ഷീണം മൊത്തം. മുടിയൊക്കെ ഒന്ന് വിളിച്ചിട്ടായിരുന്നു. Come on. ഈ പണ്ടത്തെ കാര്യങ്ങൾ ചോദിച്ചു. ഇപ്പത്തെ എന്നിട്ട് വേണം ഞങ്ങൾക്ക് കിട്ടാൻ. അറിയാം. പണ്ടത്തെ കാര്യങ്ങളാണെങ്കിൽ പിന്നെ സ്കോപ്പ് ഉണ്ട്. ചെറുപ്പത്തിലെ എന്റെ കാർട്ടൂൺ, ഇഷ്ടപ്പെട്ട കാർട്ടൂൺ. ഞാൻ അധികം കാർട്ടൂൺ ഇല്ല, കാണാറില്ല. കാണാറില്ല. പക്ഷേ നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് ഒന്നും കണ്ടിട്ടില്ല. സീരിയൽ ഞാൻ പറയാം. സീരിയൽ പറയട്ടെ. എനിക്ക് പേര് മറന്നുപോയി. സീരിയൽ ഞാൻ പറയാം. നിനക്ക് ഞാൻ മറന്നുപോയി. അത് മതിയാ? സീരിയൽ പറയാം. സീരിയലിന്റെ പേര് തന്നെ വേണമെന്നുണ്ടോ? അത് നീ എന്താന്ന് വെച്ചാൽ എഴുതി നോക്കട്ടെ. 2 മലയാളല്ലേ? ഡബ്ഡും ഉണ്ട്. ഞാൻ അത് എഴുതാൻ പോയത്. നിങ്ങൾക്ക് 2 പ്രാന്തായിരുന്നു ആ സീരിയൽ. ഞാൻ അത് ഡബ്ബാന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ അയ്യോ എനിക്ക് 2 അയ്യോ ഒരു മിനിറ്റ് എനിക്ക് ആ ആൾക്കാരെയൊക്കെ അറിയാം. ശരി, ആൾക്കാർക്ക് എഴുതി വെക്കും. മലയാളത്തിലെ പേര് മനസ്സിലായി. അത് ഞാൻ എഴുതി. ഇതല്ലാത്തതാ ഞാൻ പറയണ. അയ്യോ കിട്ടി. പേര് കിട്ടി, എനിക്ക് കിട്ടിയില്ല. 2 കിട്ടി, ഡബും കിട്ടി. അല്ല, ഞാനും എന്നാലും നീ പറ. പൊന്നമ്പളി സ്വയംവരം. പൊന്നമ്പിളി സരസ്വതി ചന്ദ്രൻ. രണ്ടും സെയിം. സ്വയംവരം മലയാളത്തിലെ സരസ്വതി ചന്ദ്രൻ എഴുതി മാറ്റിയത്. ഓക്കെ, 2 points. അല്ല, 1 point. പൊന്നമ്പളി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. രാവിലെ ഒരു പേര്. എന്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു? സ്കൂൾ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും എനിക്ക് അതല്ല കൺഫ്യൂഷൻ. എനിക്ക് ഹൈസ്കൂളാണോ മറ്റേ ഹൈസ്കൂൾ പറഞ്ഞാൽ അതിൽ തന്നെ കുറെ ഓരോ ക്ലാസ് വരുമ്പോ ഓരോരുത്തരും കൂടിയും കുറഞ്ഞൊക്കെ വരും. പക്ഷെ കോൺസ്റ്റന്റ് നിൽക്കുന്ന ആൾക്കാരുടെ പേരാണോ വേണ്ടത്? പക്ഷെ അവരെവിടുന്ന് വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു 10 പേര് എഴുതട്ടെ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അല്ല, ചെറുപ്പത്തിൽ ഞാൻ സ്കൂളില് പറയുമ്പോ ചെറുപ്പം, അതായത് +2 അങ്ങനത്തെ ഉദ്ദേശമല്ല. ചെറുപ്പത്തില് സ്കൂളിൽ പഠിച്ച ആൾ തന്നെയാണോ? എനിക്ക് തന്നെ പഠിച്ച ആളെന്നെ. ആ സ്കൂളിലെ ഫ്രണ്ട് പിന്നെ സ്കൂളിൽ തന്നെയല്ല പഠിക്കണത്. എനിക്ക് സ്കൂളിലാണോ പഠിച്ച എന്റെ എല്ലാ ഫ്രണ്ട്സിനും മിക്കവാറും എനിക്ക് അറിയില്ല. പക്ഷെ ഇവരൊക്കെ എപ്പോഴത്തെയാന്ന് എനിക്ക് ഓർമ്മയില്ല. അതാണ് പ്രശ്നം. ചൈൽഡ്ഹുഡ്. ഞാൻ 5 പേരുടെ പേര് എഴുതുന്നുണ്ട്. 5 പേരുടെയാണ്. അതിനാ ഞാൻ കൃത്യമായി
ചെറുപ്പത്തിലെ സ്കൂളില് ഇതൊക്കെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ ചിലതൊന്നും ചൈൽഡ്ഹുഡ് അല്ല, ചിലത് കുറച്ചും കൂടെ വലുതായിട്ടുള്ളതാണ്. എനിക്കിപ്പോ ചിലപ്പോ അതായിരിക്കും കൂടുതൽ അറിയുണ്ടാവുക അല്ലേ. ഓക്കെ, എന്നാ പറ. ഞാൻ ഒരു പേര് ആദ്യം പറയാം, അല്ലെങ്കിൽ എന്റെ ഇതില് പറയാം. ഞാൻ എല്ലാം പറയുന്നത് രാധിക, അന്ന, അഞ്ജു, ഗോപിക, ഗോകുൽ. ഇത്രയും ഓപ്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നെ അഞ്ചു എഴുതിയത്. ഒന്ന് കറക്റ്റ് ആണ്. മീൻസ് അന്നയാണ് ഞാൻ ഉദ്ദേശിച്ചത്, മീൻസ് ആ, ചൈൽഡ്ഹുഡ്. okay. മറ്റേ ഞാനത് കുറച്ചും കൂടെ അന്ന വലുതായി വരുമ്പോ. അന്ന ഞാൻ എഴുതിയിട്ടുണ്ട്. അന്ന, ശരി, അഞ്ജു, ഒരു രാധിക, മാർക്ക് ഗോപിക, കൊടുക്കാം. ഗോകുൽ. ഇതിലെല്ലാവരും ഓക്കെയാണ്. ആണ്, കണ്ടാ? ഞാൻ കുറച്ച് കൂടുതൽ എഴുതി, അപ്പൊ എനിക്ക് എക്സ്ട്രാ മാർക്കൊന്നുമില്ല, ഒന്നേ ഉള്ളൂ. പക്ഷെ അന്ന ചേച്ചി അന്ന ചേച്ചി ഒരേ സമയത്തായിരുന്നില്ല. അന്നൊക്കെ ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ അറിയുന്ന ആളാണ്. എനിക്ക് പക്ഷെ വലുതായിട്ടുള്ള ഇത് ഓർമ്മ. അല്ല, അപ്പൊ നീ ചെറുതല്ലേ? ഓടണം. യു ആർ റീഡിംഗ് ബൈ 1 point ചേച്ചി. അത് ഏതിനാണ്? ബീൻസിന്. ആ ബീൻസിന് ചക്ക വീട് പോയത്. അതിനിപ്പോൾ നിനക്ക് കൂടുതൽ കിട്ടുള്ളൂ, എനിക്കൊന്നും അറിയില്ല. How do I react when I'm nervous? ഞാൻ പറയാം, അപ്പൊ ശരിക്കും പറയാലോ അല്ലേ? ശരി, പറ. കരയും, പാനിക്, അതൊരു എല്ലാവരും മിക്സ് ചെയ്ത് ദേഷ്യം ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്ന ഒരു തരം എക്സ്പ്രഷനിൽ ചേച്ചി ബാത്റൂം അയ്യോ 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 നിനക്കാരായിരിക്കും ഒന്ന് ആരെടുക്കുന്നു? ബാത്റൂം അല്ലേ ചേച്ചി നീ ആദ്യം എഴുതേണ്ടത്? ബാത്റൂം പറയായിരുന്നു, പക്ഷെ അവിടെ ബാത്റൂമിൽ ഞാൻ കരഞ്ഞു കണ്ടില്ല, ബാത്റൂം പോയി പോകുന്നുണ്ടല്ലേ. മറ്റു കരയെന്ന് പറഞ്ഞ ബാക്കിയോട് എന്നെ എന്തെങ്കിലും പറയുമ്പോഴാണ് ഞാൻ കരുതുന്നത്. അത് ടെൻഷൻ വരുമ്പോ ഞാൻ കരയില്ലല്ലോ. ടെൻഷൻ വരുമ്പോ എനിക്ക് അറ്റ്ലീസ്റ്റ് ഛർദ്ദിക്കാൻ വരുന്നെങ്കിൽ ഞാൻ അത്ര ഡീറ്റെയിൽസിലേക്ക് പോയില്ല. എൻ്റെ ഒരു ഹിഡൻ ടാലന്റ്, റീസെന്റ് ഉള്ള ഒരു ഹിഡൻ ടാലന്റ് പറഞ്ഞു. യൂട്യൂബ് റീസെന്റ് ഉള്ള ഹിഡൻ ടാലന്റ് കുക്കിംഗ്. അത് വായി കൊണ്ട് പറയാൻ ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് പോയിന്റ്. ഹിഡൻ ടാലന്റ് ആവുന്നത് അല്ല, ഇപ്പൊ കണ്ടുപിടിച്ച സാധനം ഒരു സംഭവമല്ലല്ലോ. ടൈ ഒന്നുമില്ല. എവിടുന്ന് തൈ? ഇപ്പൊ ടൈ ആണ്. അപ്പോൾ നിനക്ക് അരയെ എനിക്ക് അര കൂടുതലാണ്. മറ്റേതിൽ അരയേ ഉള്ളൂ നിനക്ക് ഇവിടെ. ഓക്കെ, അപ്പൊ ടൈ ആയി. അപ്പൊ ശരിക്കും ടൈ ആയി. അത് കൂട്ടിയിടണോ? എനിക്ക് ഇടക്കിടക്ക് നോക്കണം കേട്ടോ. ബാത്റൂമിൽ അരയേ ഉള്ളൂ നിനക്ക്. ശരി, അപ്പൊ ടൈ. ചേച്ചി ഇവിടുന്ന് കുക്ക് ചെയ്യില്ലായിരുന്നു അപ്പൊ? ഇല്ല, ചേച്ചി ഒരു മീൻകറി വെച്ച് എനിക്ക് ഓർമ്മ. പണ്ടത്തെ സാഹചര്യം. ചേച്ചി എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീം ആണ്. നിങ്ങൾക്ക് അറിയോ? ആണെന്നൊക്കെ പറയുന്നത് അല്ല, ഞാൻ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണോ? അങ്ങനെയൊന്നുമില്ല, എന്തും ആവാം. എനിക്ക് എൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം എന്താന്ന് പറയുമ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആവില്ലല്ലോ. എന്നുള്ളതാണോ? ആ, അങ്ങനെ ഞാൻ ആവാൻ അംബിഷൻ പോലെയാണോ? അല്ലെങ്കിൽ ഡ്രീം എന്ന് പറയുമ്പോൾ സത്യം ഡ്രീം എന്ന് പറയുമ്പോൾ പറയുമ്പോൾ നമുക്ക് ഇനിയിപ്പോ ഒരു സ്ഥലത്ത് അതും ഒരു ഡ്രീം അല്ല. പക്ഷെ അങ്ങനെയല്ലാതെ അത് നമുക്ക് വേറെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരു കാര്യമല്ലേ. പക്ഷെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയായി മാറണം. ഞാൻ എന്റെ ഡ്രീം എഴുതാം, ചേച്ചിക്കുള്ള എന്റെ ഡ്രീം എഴുതേ. ഞാനും എഴുതട്ടെ, ചേച്ചിക്കുള്ള എന്റെ ഡ്രീം എഴുതട്ടെ. ചേച്ചിക്കുള്ള ചേച്ചി ഇതാവണമെന്നാണ് എന്റെ ആഗ്രഹം. ശരി, പിന്നെ ഇപ്പൊ ചേച്ചി ഇത് പഠിക്കുന്നത്, ചേച്ചി ഇപ്പൊ ഇത് ചെയ്യരുത്. ഇത്രയും നന്നായി അത് ചോദിക്കായിരുന്നു. ഞാൻ പിന്നെ ചെയ്യണം. കോട്ടെ, ശരി, ഉത്തരം പറ. ഞാൻ കഴിഞ്ഞ ശരി, കാണിക്കാം. ഒരുമിച്ച് കാണിക്കാം. ശരി, 1 million സബ്സ്ക്രൈബ് ഉള്ള ഒരു യൂട്യൂബർ ആവുന്നു, ഇൻഫ്ലുവൻസർ. Oh my God. ചേച്ചിയുടെ ആഗ്രഹമല്ല, ഞങ്ങളുടെ ആഗ്രഹം. ചേച്ചി എന്താണെന്നുള്ള ഞങ്ങൾ 1 million ഒന്നും വേണ്ട. അത് ഇത്തിരി എന്ത് നാറ്റിക്കരുത്. ഞാൻ ആവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല ഉദ്ദേശിച്ചത്. എന്താ ഉദ്ദേശിച്ചത്? അല്ല, നീയാണെങ്കിൽ പറയുന്നത് ചേച്ചി ഫാഷൻ ഡിസൈനിങ്. അതോ, അത് പക്ഷെ ചേച്ചിയുടെ പണ്ടത്തെ ഒരു ആംബിഷൻ എന്ന് പറയുന്ന ഒരു സാധനം. മീൻസ് ഞാൻ എന്തായാലും തീരണം. ഇനി ഭാവിയിൽ എനിക്കത് കണ്ടിന്യൂ ചെയ്യാമല്ലോ. പക്ഷെ ഞാനിപ്പോ കറന്റ് നമ്മൾ യൂട്യൂബ് ആണല്ലോ. ഇറ്റ്സ് ഓക്കെ, ഒരു മാർക്ക് തന്നേക്കാൻ പറഞ്ഞു. രണ്ടുപേർക്കും ഉണ്ടോ ചേച്ചി കളകളി കളിക്കില്ല?
പ്ലീസ് ചോദിക്കണം. കുറച്ച് ഡിസോർവേറ്റൊക്കെ ചോദിക്കാതാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ കറക്കി കുത്തെങ്കിലും ചെയ്യാം. ശരി, ഞാൻ ചോദിക്കുന്നത് സ്വദേശ്. അങ്ങനൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കും. അതല്ലേ നിങ്ങളിൽ ഞാൻ നിങ്ങളിൽ ആരെയാണ് കൂടുതൽ, അത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. ആരെയായിരിക്കും നിങ്ങളിൽ കൂടുതൽ ചീത്ത പറയുന്നത്? ചീത്ത പറയുന്നതോ? പണ്ട് രീതിയില് അങ്ങനെ ചീത്തല്ല. ചീത്ത ഞങ്ങൾ രണ്ടുപേരില്ല. എന്നെയാണോ ചീത്തയാണോ ചീത്ത പറഞ്ഞിരിക്കുന്നത്? എനിക്കത് വേണ്ടത്. എന്നെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. ചേച്ചി പറഞ്ഞിട്ടുണ്ടോ? ചേച്ചി ആരും ഉദ്ദേശിച്ചത് എന്നെ ആയിരിക്കും, അവളെക്കാളും എന്നെ ആയിരിക്കണം. ചേച്ചി ചീത്തയായിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷെ എന്നാലും ഇവിടെ പിന്നെ കുഞ്ഞിതായത് കാരണം അതിന്റെ അടുത്ത് നടക്കണ എന്തായിരുന്നല്ലോ. സെക്കൻഡ് മദർ. സെക്കൻഡ് മദർ. കുട്ട 15 minutes, ശരി, 20 minutes വരെ സൂപ്പർ പവർ വാർഡൻ ടൈച്ചസ്. മൈൻഡ് റീഡ്. നിങ്ങളത് എനിക്ക് പറയാതെ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മൈൻഡ് ക്യാൻസർ ക്യാൻസർ പറയരുത്. ഓക്കെ, തിങ്സ് ദിസ് ഓർ ദാറ്റ് ആണ് ഞാൻ ചോദിക്കുന്നത്. ടീ ഓർ കോഫി ചോദിച്ചാൽ വിചാരിച്ചു അറിയാം. കോഫി ചോദിച്ചാ ഓക്കെ. അതെന്താ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? വേണമെങ്കിൽ അപ്പുറത്തിട്ടോ. Instagram or YouTube? ഇൻസ്റ്റാഗ്രാം. 34 guys. It's ഇൻസ്റ്റഗ്രാമിൽ 9 കേടും കൊണ്ട് കളയട്ടെ. YouTube. പക്ഷെ കൂടുതൽ ആക്റ്റീവ് ഇൻസ്റ്റാഗ്രാമിലാണ്. യൂട്യൂബിൽ അതിപ്പോ- വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നാലെ അത് ഞാൻ നടക്കാൻ തട്ടിട്ട് തുടങ്ങിയിട്ട് കുറെ തട്ടിട്ട് കാലായി. കളിച്ചാ പോരെ ഇൻസ്റ്റാഗ്രാം. ഇപ്പൊ കറന്റ്ലി അതെ, പറയാൻ ഒരേ സമയത്ത് പറയാം. ബീച്ചസ് ഓർ മൗണ്ടൻസ്? Beaches. Beaches. അയ്യോ, ഐ ഡോണ്ട് നോ. Gold or silver? ഇപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലെങ്കിൽ പറ ചേച്ചി പറ. ഞാൻ 3 2 1 പറ. 3 2 1 സ്റ്റാർട്ട്. സിൽവർ. ഗോൾഡ്. അതെന്താ ഗോൾഡ്? ശരിക്കും ഗോൾഡ്? ഐ മീൻ സിൽവർ മോതിരം വേണോ അല്ലെങ്കിൽ ചോദിച്ചാൽ ഞാൻ അല്ല, മൊത്തത്തിലിട്ട് നടക്കാൻ ഗോൾഡാ? മൊത്തത്തിലിട്ട് നമുക്ക് മൊത്തത്തിൽ അങ്ങനെയല്ല. ഇനി മലയാളം മൂവി ഓർ തമിഴ്? മലയാളം. റൊമാൻറ്റിക് ഓർ ഹൊറർ? റൊമാൻറ്റിക്. എടി ഈ ഒന്ന് No, എവിടുന്നടി? horror. ഈ ഒന്ന് എവിടുന്നടി? okay. ഹൊറർ ഹൊറർ. ആര് ചേച്ചി പറഞ്ഞത് അത് ഞങ്ങൾക്ക് അറിയാം. You dance or music? മ്യൂസിക്. Okay. Spicy or sweet? സ്പൈസി. Yes. Ice cream or cake? ഞാൻ തന്നെ ആലോചിക്കട്ടെ. ഐസ്ക്രീം കേക്ക്. ഐസ്ക്രീം. Street food or restaurant? സ്ട്രീറ്റ് ഫുഡ്. ഇവിടെ എന്താണ് കാണിച്ചത്? ചോദിച്ചുടനെ ഉത്തരം പറയണം. Okay. ആലോചിക്കണം. നീ എന്തായിരുന്നു ഉദ്ദേശിച്ചത്? സ്ട്രീറ്റ് ഇനിയിപ്പോ അങ്ങനെ പറയാൻ പറ്റും. ഇനി വേണോ? വേണം. Talkative or silent? ചേച്ചി എന്താ ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. Yeah, okay. Good point. ശരിയില്ല കേട്ടോ. എനിക്ക് ഞാൻ എന്നെ Planner. എന്നെ പറയാൻ സമ്മതിക്കില്ല കേട്ടോ. Okay. ഇനി പറയാം. വിചാരിക്കില്ല. പറയാൻ വിട്ടു വിട്ടാ. Planner or last minute feel? ലാസ്റ്റ് മിനിറ്റ്. Plan ചെയ്യും പക്ഷേ പക്ഷെ ഒന്നും നടക്കൂല. solo trip or family trip? ഫാമിലിക്ക്. Yes. എടി അത് കഴിഞ്ഞ ഉടനെ പറയാൻ പറഞ്ഞു. പിന്നെ നിന്റെ ആലോചിക്കണ്ടേ? ശരി, ചേച്ചി കഴിഞ്ഞ ഉടനെ 3 2 1 പറയാം. ഞാൻ പേഴ്സണൽ കാര്യങ്ങൾ പറയാം. ഓക്കെ. ഞങ്ങളുടെ ഞങ്ങള് അല്ല വേണ്ട. ഞാനും സിദ്ധും കണ്ടുമുട്ടിയത് എവിടെ വെച്ചാ? എവിടെ വെച്ച്? ഷുവർ. അത് സ്ഥലം അല്ല മീൻസ് എവിടെ ഒരു ഓവറോൾ സംഭവം തന്നതാണ്. സ്ഥലമൊക്കെ വേണോ? അവര് റെഡി ആയില്ലേ? പറ. കോളേജ് അമൃത കോളേജ് ഏറ്റവും ഓക്കെ 1 point. നിങ്ങൾ ഏത് ഇയറിലാണ് കണ്ടുമുട്ടിയത്? മീൻസ് അല്ല ഏത് ഇയറിൽ കണ്ടുമുട്ടിയത്? ചോദിക്കാൻ പറ്റിയ എപ്പോ തൊട്ട് നിങ്ങൾ അതിന് മുമ്പേ കണ്ടുപിട്ടിട്ടുണ്ടോ? ഓക്കെ ഏകദേശം ഒരു 2 ഇയറിന്റെ ഇടയില്. ഓക്കെ കറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ ഇത് കേട്ട് നാട്ടുകാർ കൂടി വരുന്നു. ഒരു മിനിറ്റ്. അത് കഴിഞ്ഞു. കയറി റെഡിയായോ? എന്താണ് ഇനി കുഴപ്പമില്ല. ഏതാ ഇയർ? 18 19. 18 19.
രണ്ടുമല്ലേ? ആ yeah. ഇത് രണ്ടിലേതെങ്കിലും ഒന്നും Yeah, ഉദ്ദേശിച്ചത്. പിന്നെ പിന്നെ ന്യൂസിലൻഡില് എവിടെയാണ് ഞാൻ ഞാൻ താമസിക്കുന്നത്? ഏത് കൊല്ലാണ് പോയത്? ഒരു മിനിറ്റ്. ന്യൂസിലൻഡിൽ ഞാൻ ഏത് ഇയറാണ് പോയത്? പോയത് Yeah. അതായത് ഒരു ഇതേപോലെ ഇടട്ടെ, 2018-19 ഇട്ട പോലെ ഇടട്ടെ. അയ്യോ 22, You are wrong, my dear. 23. Okay. ഞാൻ എന്ത് കോഴ്സാണ് പഠിച്ചത്? എന്റേത് അമ്മ. എന്ത് കോഴ്സ് പഠിച്ചത്? ഇവിടുന്ന് പഠിച്ചത്? അവിടെ പോയിട്ട് എന്നിട്ട് ഞാൻ പറയാം. ഇവിടുന്ന് പഠിച്ച വേണമെങ്കിൽ പറയാം. അവിടുന്ന് ഏകദേശം ഒരു ഐഡിയ പറഞ്ഞാ പോരെ. ഇവിടുന്ന് പഠിച്ചതിന്റെ വലുത് വേണോ അവിടെ പഠിച്ചത്? ആ, അങ്ങനെ ഞാൻ അങ്ങനെ ഇവിടെ ഇവിടുത്തെ കോഴ്സിന്റെ പേര് ആവട്ടെ, അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. ഒരു മിനിറ്റ്. ഞങ്ങൾ ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് വരുന്നില്ല. പറ. ഹെൽത്ത് ആൻഡ് കെയർ, എൽഡർലി, അങ്ങനെ ഹെൽത്ത് ഓക്കെ സോഷ്യൽ അല്ലേ? നല്ലടെ കുട്ടാ. ഇതെന്താ പഠിക്കുക? റിലേറ്റഡ് ആണ്. അതും ഹെൽത്ത് ആൻഡ് കെയർ. അത് സോഷ്യൽ വർക്ക് അല്ലേ? അത് സോഷ്യൽ വർക്ക് അല്ല. അപ്പൊ എനിക്ക് അവിടെ ആരാ നമ്മളെ മതി? ഉദ്ദേശിച്ച് പറയണ്ട കേൾക്കണ്ടേ? ആ, SW അല്ലേ? അയ്യേ അതല്ല, അത് ഞങ്ങൾക്ക് അറിയില്ലേ. ഞാൻ എന്തെങ്കിലും അടുത്ത് ചോദിക്കട്ടെ. ഞാൻ LKG UKG എവിടെ പഠിച്ചത്? എനിക്ക് അറിയില്ല. ഇവിടെയാണോ? വേണ്ട ആരും പറയില്ല. ലക്ഷ്മിക്ക് പക്ഷെ എനിക്ക് പറയില്ല. പേരറിയില്ല. സൂ പഠിപ്പിച്ച എവിടെയാണെന്ന് എനിക്ക് അറിയാം. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഇംഗ്ലീഷ് പേരാണോ? സൂ ഇവിടെ അറിയില്ലാന്ന്. സൂന്റെ സ്കൂൾ അത്ര കിഡ്സ് വേൾഡ്. പുതിയ അറിവ്. ഗൈസ്, മഴ തുടങ്ങുന്നു. ഒന്നും കേൾക്കാണ്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വേഗം എന്ത് ചെയ്യാം. ഞാൻ തോറ്റിട്ട് പഠിക്കുന്നു ഗൈസ്. നമുക്കപ്പോ കാൽക്കുലേറ്റ് ചെയ്യാണ്. ശ്രുതിക വിജയിക്കുമോ? സ്വാതിക വിജയിക്കില്ല. പക്ഷെ കുറച്ച് ലീഡിങ് ഉണ്ടായിരുന്നു ആദ്യം കുറച്ചുണ്ടായിരുന്നു. ഡിസോർഡാറ്റ് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ഡിസോർഡാറ്റുണ്ടോ? 5 പോയിന്റ് അതുണ്ടാവും. ഞാൻ 20.5, ഇവര് 15.5. ആ 15-ലും കുറെ ചക്കവീട് പോലത്തെ ഐറ്റംസ് ആണ്. എന്ത് ബീൻസ് മാത്രം ചക്കപ്പഴം ബീൻസ് മാത്രമേ ഇത് പിന്നെന്തെന്ന് പറയാം. ബാക്കി വെറുതെ പോയ ഓക്കെ. ശരി, നമ്മുടെ വീട്ടിൽ കഴിഞ്ഞു. എന്ത് പറയാം? ഇതിനെ എവിടുന്നാ ചോദിക്കുക? ഇനി ഞങ്ങൾ ചോദിക്കാൻ ചേച്ചി പറഞ്ഞു. അത് നമുക്ക് ചെയ്യാം. ഓക്കെ, the winner is സ്വാതിക. അത് ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങുന്ന സമയത്ത് സാധാരണ പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം goodbye. ബൈ.